ബ്രൈഡ്സിന് മാത്രം മതിയോ ബ്രൈഡൽ ഗ്ലോ? നമുക്കും വേണ്ടേ? ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സഹസ്രയോഗത്തിലും അഷ്ടാംഗ ഹൃദയത്തിലൊക്കെ മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നാൽപ്പാമരാതി കേരയെ പറ്റിയാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം നമുക്ക് നാൽപ്പാമരാതി കേരയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നാൽപ്പാമരാതി കേരയിൽ മെയിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് നാൽപ്പാമരാതി ഉണ്ട്, ടേമറിക് ഉണ്ട്, സാൻഡൽവുഡ് ഉണ്ട്, സാഫ്രൺ ഉണ്ട്, വിറ്റീവർ ഉണ്ട്, ആംലയുണ്ട്, മഞ്ചിഷ്ടയുണ്ട്, ഇരട്ടിമധുരമുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല ഇൻഗ്രീഡിയൻസ് ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ഓയിൽ. ഈ ഓയിൽ രണ്ട് രീതിയിൽ വരുന്നുണ്ട്. അതായത് രണ്ട് ബേസ് ഓയിൽ ചേർത്ത ഓയിലായിട്ട് വരുന്നുണ്ട്. ഒന്ന് നാൽപ്പാമരാതി കേര തൈലം. നാൽപ്പാമരാതി കേര തൈലത്തിനകത്ത് ബേസ് ഓയിൽ കോക്കനട്ട് ഓയിലാണ്. നാൽപ്പാമരാതി തൈലത്തിനകത്ത് ബേസ് ഓയിൽ എന്ന് പറഞ്ഞാൽ സെസമി സീഡ് ഓയിലാണ്. ഇതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഈ ഓയിലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ ഓയിൽ യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഓരോ സ്കിൻ ടൈപ്പും ഓരോ രീതിയിലാണ് ഈ ഓയിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നാൽപ്പാമരാതിയുടെ യൂസസ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എത്ര ടൈം ക്യാപ്പിൽ പെർട്ടിക്കുലർ റിസൾട്ട്സ് കിട്ടും, ആൻഡ് ഓരോ സ്കിൻ ടൈപ്പും ഏതൊക്കെ രീതിയിലാണ് നാൽപ്പാമരാതി യൂസ് ചെയ്യേണ്ടത് ഫോർ ദ ബെസ്റ്റ് റിസൾട്ട്. അപ്പോൾ ആദ്യം യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. യൂസസ് എന്ന് പറയുന്നത് ആദ്യം ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിൻ ഒന്ന് ഈവൻ ടോൺ ആവും. നമ്മളെ ഒറിജിനൽ സ്കിൻ ടോൺ ഇല്ല, ആ ഒരു ടോണിലേക്ക് പോകാൻ വേണ്ടി നാൽപ്പാമരാതി ഹെൽപ്പ് ചെയ്യും. നമ്മളെ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ബ്ലെമിഷസ് ഇല്ലേ, അത് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇച്ചിനെസ്സും ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താണ്, കരിവാളിപ്പ് ടാനിങ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇങ്ങനത്തെ ഒരുപാട് ഉപയോഗങ്ങൾ വരുന്ന ഒരു മാജിക്കൽ ഓയിലാണ് നാൽപ്പാമരാതി കേര എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ റിസൾട്ട് ടൈം ലൈൻ എന്ന് പറയുന്നത് ഒരു 1 വീക്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ് സപ്പിൾ ആയിട്ടുള്ള ഹൈഡ്രേറ്റഡ് സ്കിൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞ് ഒരു 2 to 4 വീക്കിൽ ചെറുതായിട്ട് ഒരു ടാൻ റിഡക്ഷൻ, ഒരു ഗ്ലോയും വന്നു തുടങ്ങും. പിന്നെ ഒരു 4 to 6 വീക്കിൽ നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയുന്നത് കാണാം. ഓവറോൾ ടാൻ റിഡക്ഷൻ നല്ല രീതിയിൽ അറിയാൻ പറ്റും. ആൻഡ് 6 to 8 വീക്കിൽ ഓവറോൾ കോംപ്ലക്ഷൻ റൈസ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. മൊത്തത്തിലുള്ളൊരു എന്താ ഒരു ഗ്ലോ അപ്പ്, നിങ്ങൾക്ക് ഒരു ബ്രൈഡൽ ഗ്ലോ എന്ന് പറയില്ല, അത് നിങ്ങൾക്ക് ഒരു 8 വീക്സിൽ മനസ്സിലായി തുടങ്ങും. ഇനി ഇതെങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇതിന്റെ വില്ലൻ എന്ന് പറയുന്നത് ബേസ് ഓയിൽസ് ആണ്. അതായത് കോക്കനട്ട് ഓയിലും സെസമി സീഡ് ഓയിലും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കോമഡോജനിക് റേറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. കോക്കനട്ട് ഓയിൽ ഔട്ട് ഓഫ് 5 4 ആണ് കോമഡോജനിക് കണ്ടന്റ് വരുന്നത്. അതുപോലെ തന്നെ സെസമി സീഡിലാണെങ്കിൽ 2 ആണ്. അപ്പോൾ ബെറ്റർ എന്ന് പറയുന്നത് സെസമി സീഡ് തന്നെയാണ്. പക്ഷെ നമുക്ക് റെഡിലി അവൈലബിൾ ആയിട്ടുള്ളത് എപ്പോഴും ഈ നാൽപ്പാമരാതി കേര തൈലമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമുക്ക് ഇതെങ്ങനെ ഓരോ സ്കിൻ ടൈപ്പിലും യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഒരു വീക്ക്ലി 2 to 3 ടൈംസ് മാക്സിമം യൂസ് ചെയ്താൽ മതി. ഒരു 10 മിനിറ്റ്സ് 5 to 10 മിനിറ്റ്സ് നിങ്ങൾ സ്കിന്നിൽ ഒന്ന് ലീവ് ഓൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ക്ലെൻസർ യൂസ് ചെയ്ത് സാലിസിലിക് ആസിഡോ അല്ലെങ്കിൽ AHA BHA കണ്ടന്റ് വരുന്ന ഏതെങ്കിലും ഒരു നല്ല ക്ലെൻസർ യൂസ് ചെയ്ത് ഫുൾ ഓയിൽ കളയുന്ന വിധം വാഷ് ഓഫ് ചെയ്യുക. ആൻഡ് ഇനി ഡ്രൈ സ്കിൻ ആരാണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും യൂസ് ചെയ്താലും ഒരു പ്രശ്നമില്ല. ഒരു മിൽക്കി ക്ലെൻസർ യൂസ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്യുക. ഇനി കോമ്പിനേഷൻ സ്കിന്നുകാര് നിങ്ങൾ ടീ സോണിൽ അധികം യൂസ് ചെയ്യേണ്ട, ബാക്കി ഏരിയാസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നെക്കിലൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ബോഡിയിൽ യൂസ് ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നമില്ല. ഇനി ബോഡി ആക്നീസ് ഉള്ളവർക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല ഈ ഓയിൽ. അല്ലാത്ത എല്ലാവർക്കും, ബോഡി ആക്നി പ്രശ്നമൊന്നും ഇല്ലാത്ത എല്ലാവർക്കും ഈ ഓയിൽ ബോഡിയിലും ഇങ്ങനെ യൂസ് ചെയ്യാം. ഒരു 20 മിനിറ്റ്സ് ലീവ് ഓൺ, ബോഡിയിലാണെങ്കിൽ ഒരു 20 മിനിറ്റ്സ് ലീവ് ഓൺ ചെയ്ത് വാഷ് ഓഫ് ചെയ്യാം. കോമ്പിനേഷൻ സ്കിന്നുകാരും എപ്പോഴും ആലോചിക്കുക, നിങ്ങളും ഒരു സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ AHA BHA വരുന്ന ഒരു ക്ലെൻസർ തന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫേസിൽ യൂസ് ചെയ്യണം കേട്ടോ. ആൻഡ് വീക്ക്ലി നിങ്ങൾക്ക് വൺസ് നല്ലൊരു ഞവര അരിയുടെ മാസ്ക് യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. നല്ലതാണെന്ന് വെച്ചാൽ നല്ല റിസൾട്ട് വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഞവര അരിയുടെ മാസ്ക് ഫേസിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് ബോഡിയിലൊക്കെ ഓവറോൾ ഇത് നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് ലീവ് ഓൺ ചെയ്തിട്ട് ഞവര അരിയിൽ പാല് വെച്ച് നല്ല രീതിയിൽ കുറുക്കിയെടുത്ത് അത് കുറുക്കിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആണ്. നമ്മുടെ സ്കിന്നിൽ അങ്ങനെ സ്ക്രബ് ചെയ്യണ പോലെ ഒന്നും തോന്നില്ല. അപ്പോൾ അത് വെച്ചിട്ട് നല്ല രീതിയിൽ ബോഡി വാഷ് ചെയ്യുന്നത് നല്ല റിസൾട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. ഓപ്പൺ വൂൺസ് ഓർ ആക്നീസ് ഉള്ളവർ ഇത് യൂസ് ചെയ്യാൻ നിൽക്കരുത്. ആൻഡ് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റനിങ് എഫക്ട് പ്രതീക്ഷിച്ച് ഇത് യൂസ് ചെയ്യാൻ നിൽക്കരുത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസേജിലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. ഇപ്പം ബ്രൈഡ്സ് ഒക്കെ ആവാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങളൊരു 6 മാസം മുന്നേ യൂസ് ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് വെഡ്ഡിങ് ഡേയിൽ നല്ല തിളങ്ങി നിൽക്കാം. പിന്നെന്താണ്, ഓവർനൈറ്റ് നിങ്ങൾ ലീവ് ഓൺ ചെയ്യരുത്. ഇത് ലീവ് ഓൺ ചെയ്യാനുള്ളൊരു ഓയിലല്ല. മാക്സിമം 20 മിനിറ്റ്സ് മതി നിങ്ങളുടെ ദേഹത്ത് ഈ ഓയിൽ കേട്ടോ. ഇത് ഇത്രയും ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ യൂസ് ചെയ്തിട്ട് റിസൾട്ട് പറയാം. താങ്ക് യു.